അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച ഓണം സെലിബ്രേഷൻ ഇന്നായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് മലയാളി മങ്ക ആ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തന്നെ ഞങ്ങളുടെ തിരുവാതിര കളിയിലേക്കാണ് കടന്നിട്ടുള്ളത്. അറിയുന്ന സ്റ്റെപ്പ് നല്ല വൃത്തിക്ക് കളിച്ച് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് എനിക്കൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തേജുവിൻ്റെ ഒരു സിംഗിൾ ഡാൻസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോറി, ഡാൻസ് അല്ല, നൃത്തം. ഞാൻ അതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ പൂ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം ആദ്യം തന്നെ വരച്ച് പിന്നെ പൂക്കളൊക്കെ കട്ട് ചെയ്യുന്നതിനുള്ളിൽ കൂടെയാണ് ഞങ്ങൾ വാങ്ങിയ കുപ്പികളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാർ പൂ ഇടാനും പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാർ പൂ അരിയാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പുതിയൊരു മിറർ വാങ്ങി ഗൈസ്, എങ്ങനെയുണ്ടെന്ന് പറയണം. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയി നേരെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഓവർ ടൈമില്ലായിരുന്നു, ഞങ്ങൾ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. കാരണം ഞാനായിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടും വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാരണം വെറുതെ ഇങ്ങനെ വന്ന ഗസ്റ്റുകൾ മുഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. പിന്നെ സദ്യ കഴിക്കുന്ന ഓരോരോ സമയത്ത് ഓരോരോ വിഭവങ്ങളൊക്കെ വിളമ്പണമല്ലോ. അങ്ങനെ ഞാനും ഒന്ന് വിളമ്പാൻ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഗതിയാണ്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ സംഗതികളും കൂട്ടി കൊഴിച്ചു നല്ല അടിപൊളി ഏതോ കാലമാണ് ഞാൻ ഈ സദ്യ എന്ന് പറയുന്ന ഐറ്റംസൊക്കെ കഴിക്കുന്നില്ല. എനിക്ക് സദ്യയിൽ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗമാണ് ഇഷ്ടം. പപ്പടവും പായസം പഴമൊക്കെ കൂട്ടി നല്ല അടിപൊളി കൊഴിച്ച് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഗെയിമിലേക്കാണ് കടന്നിട്ടുള്ളത്. സുന്ദരിക്ക് പൊട്ടുതൊട്ട്, അതാണ് ഞങ്ങൾ ആദ്യത്തെ ഗെയിം വന്നിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഗെയിം കളിച്ച് തേജുവിനാണ് ഫസ്റ്റ് പ്രൈസ് അതിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ബോൾ പാസിങ് ആ ഒരു ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ആ ഒരു ഇത് മറന്നു പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഗസ്റ്റുകളൊക്കെ വന്ന് പിന്നെ ഓരോ ഗെയിമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്കാർക്ക് സമ്മാനമൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.